Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM തേർഡ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ എക്സാം ആയിട്ടുള്ള ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഫിനിഷ് ചെയ്തു. നല്ല രീതിയിൽ എക്സാം എഴുതാൻ കുട്ടികൾക്ക് സാധിച്ചു. നെക്സ്റ്റ് എക്സാം വരുന്നത് ഇൻകം ടാക്സ് ആണ്. ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ദെൻ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഉറപ്പായും ഓരോ പാർട്ടിലും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ വീഡിയോ, അതുപോലെ തന്നെ എക്സാമിനേഷൻ ടിപ്സ്, ഇതൊക്കെയാണ് നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത്. സോ ഈ ഒരു വീഡിയോയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന essay ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം MCOM-നെ ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. സോ നമ്മൾ തേർഡ് സെമസ്റ്ററിലെ പ്രോബ്ലം പേപ്പേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നെക്സ്റ്റ് ഫോർത്ത് സെമസ്റ്ററും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ തേർഡ് സെമസ്റ്ററിൻ്റെ എക്സാം കഴിഞ്ഞ് നിങ്ങൾക്ക് ഫോർത്തിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ക്ലാസ്സസ് ആക്സസ് ചെയ്ത് നല്ല മാർക്ക് മേടിക്കാം. ഓക്കെ, സോ നമുക്ക് എന്തായാലും ഈ വീഡിയോയിലോട്ട് പോവാം. പിടിച്ചോ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം. ഞാൻ എൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 4 ചോദ്യത്തിൽ പലപ്പോഴും 2 തിയറി 2 പ്രോബ്ലം ഇങ്ങനെയാണ് കണ്ടുവരാറ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിലെ ചെറിയൊരു വ്യത്യാസമായിട്ട് 3 പ്രോബ്ലം 1 തിയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളുടെ അടുത്ത് ചോദിച്ചു, പാറ്റേൺ അവരെ ഇനി മാറ്റുന്നുണ്ടോ? 3 പ്രോബ്ലം 1 തിയറി ടാക്സിലും റിപ്പീറ്റ് ആവോ? അതിനെ പറ്റിയിട്ട് നമുക്ക് കൺഫർമേഷൻ പറയാൻ സാധിക്കില്ല. എന്തായാലും മിനിമം 1 തിയറി ഉണ്ടായിരിക്കും. സോ നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുന്നത് 2 തിയറി 2 പ്രോബ്ലം തന്നെയാണ്. കാരണം നമുക്ക് ഇൻകം ടാക്സിലെ ലാസ്റ്റ് 2 മൊഡ്യൂൾ എന്ന് പറയുന്നത് തിയറി മൊഡ്യൂൾസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തിയറി ചോദ്യങ്ങൾ 2 എണ്ണം പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി നാളെ എക്സാം വരുമ്പോൾ തന്നെയാണ് നമുക്ക് ആ ഒരു പാറ്റേൺ അവർ മാറ്റി പിടിക്കുമെന്നുള്ളത് അറിയാൻ സാധിക്കുള്ളൂ കേട്ടോ. സോ നമ്മൾ ആദ്യം പ്രതീക്ഷിക്കുന്ന ചോദ്യം, ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അസസ്മെന്റിനെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ അതെന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ. വാട്ട് ഈസ് അസസ്മെന്റ്? അസസ്മെന്റ് ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സിലത്തെയും essay ചോദ്യങ്ങൾ തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. വാട്ട് ഈസ് അസസ്മെന്റ്? ദെൻ ഈ ഒരു ടോപ്പിക്കിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇതൊക്കെ 2 വെയിറ്റേജിൻ്റെ വരുന്നതാണ്, ഇതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ കേട്ടോ. എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസസ്മെന്റ്. ഈ അസസ്മെന്റിന്റെ ഡിഫറെന്റ് ടൈപ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം. റിപ്പീറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു essay ചോദ്യം. റിപ്പീറ്റ് ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ഈ 2 മൊഡ്യൂളാണ്, 4th ഉം 5th ഉം. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന 4th മൊഡ്യൂളിൽ പ്രതീക്ഷിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് പവേഴ്സ് ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റീസ്. അല്ലെങ്കിൽ ചിലപ്പോൾ നേരിട്ടിട്ട് CBDTയുടെ പവേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ അങ്ങനെയും പറയും. സോ ഇതാണ് എക്സ്പ്ലെയിൻ the powers of income tax authorities. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു essay ചോദ്യം. അതുപോലെ തന്നെ റിട്ടേണിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു തിയറി ചോദ്യം essay ആയിട്ട്. വാട്ട് ഈസ്, നിർബന്ധമായും പഠിക്കണം കേട്ടോ. ഇപ്പോൾ അസസ്മെന്റ് വന്നില്ലെങ്കിൽ ഇപ്പോൾ റിട്ടേൺ വരാം. വാട്ട് ഈസ് റിട്ടേൺ? എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിട്ടേൺ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യമാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിട്ടേണിലെ പല കാര്യങ്ങളും സെപ്പറേറ്റ് നമുക്ക് തിയറിക്ക് എടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ 3 തിയറി ചോദ്യങ്ങളും റിപ്പീറ്റ് ചോദ്യങ്ങളാണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇനി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് വന്നുള്ള ചോദ്യം essay ചോദ്യം എന്ന് പറയുന്നത് ഇൻകം ഫ്രം ബിസിനസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലം ആണ്. ലാസ്റ്റ് 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സെയിം പ്രോബ്ലം ആണ് വന്നിട്ടുള്ളത്. ഇൻകം ഫ്രം ബിസിനസ്, PGBP ആണ്, ബിസിനസ് ഓർ പ്രൊഫഷൻ ആണ്. ബട്ട് ഇൻകം ഫ്രം ബിസിനസ്സിലത്തെ പ്രോബ്ലം, സെയിം പ്രോബ്ലം ഞാൻ
ഒരു ലാസ്റ്റ് 3 yearsലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ PGBPയുടെ SI ചോദ്യം കാണാം. ആ ഒരു പ്രോബ്ലം 2 ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇൻകം ഫ്രം ബിസിനസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രോബ്ലം നിർബന്ധമായും പഠിച്ചിരിക്കണം. നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട് ബിസിനസ് ഓർ പ്രൊഫഷൻ, ബട്ട് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ബിസിനസ്സിൻ്റെ തന്നെയാണ് കേട്ടോ. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷൻ വീഡിയോ ഒന്ന് കാണാം. അതിൽ ആ PGBPയുടെ ആ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. കാരണം FM-ൽ ഡിവിഡൻഡ് ഡിസിഷൻ്റെ പ്രോബ്ലം 2 പ്രാവശ്യം വന്നത് വീണ്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു പ്രോബ്ലം അവർ വീണ്ടും ഇട്ടുണ്ടെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ചെയ്തൂടെ. അപ്പോൾ ഇൻകം ഫ്രം ബിസിനസ് റിപ്പീറ്റ് ചോദ്യമാണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് ടാക്സ് പ്ലാനിങ്. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വാട്ട് ഈസ് ടാക്സ് പ്ലാനിങ്, then explain the need and limitations of tax planning. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു തിയറി ചോദ്യമാണ്. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്ന റിപ്പീറ്റ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നത് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്ത് ടാക്സ് ലൈബിലിറ്റി കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതിനെ പറ്റിയിട്ട് പറയുമ്പോൾ എനിക്ക് മെൻഷൻ ചെയ്യാനുള്ള ഒരു കാര്യം, നമുക്ക് ടാക്സ് പ്ലാനിങ് 1 3rd സെമസ്റ്ററിലത്തെ ഈ ഒരു ഇൻകം ടാക്സ് പേപ്പറിൽ അസസ്മെൻറ്റ് ഇൻഡിവിജ്വലിൻ്റെയും HUF-ൻ്റെയും മാത്രമാണ് പഠിക്കാനുള്ളത്. പലപ്പോഴും എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് ശ്രദ്ധിക്കാണ്ട് കമ്പനി അതുപോലെ തന്നെ ഫേമിൻ്റെ ഒക്കെ ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് 4th സെമസ്റ്ററിലാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് ഇൻഡിവിജ്വലും HUF ആണ്. അപ്പോൾ ടോട്ടൽ ഇൻകം ഞാൻ വീണ്ടും പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. അതെ, ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ അതുപോലെ തന്നെ ആൻഡ് ടാക്സ് ലൈബിലിറ്റി കണ്ടുപിടിക്കുക. ലൈബിലിറ്റി അത് വരുന്നത് ഇൻഡിവിജ്വൽ അതല്ലെങ്കിൽ HUF, ഇത് രണ്ടുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു SC ചോദ്യം കേട്ടോ. ആൻഡ് മൂവിങ് ടു ലാസ്റ്റ് സജഷൻ, പിന്നെ നമ്മൾ കണ്ടുവന്നിട്ടുള്ളത് ഇൻകം ഫ്രം സാലറിയുടെ ഒരു പ്രോബ്ലം ആണ്. ബട്ട് അതിപ്പോൾ 3 വെയിറ്റേജിൻ്റെയിലേക്ക് ഷിഫ്റ്റ് ആയിട്ട് അങ്ങനെയും വരുന്നുണ്ട്. എന്നാലും ഞാനൊരു സജഷൻ കൂടി തരുന്നു മാത്രം. ഇൻകം ഫ്രം സാലറി SC ചോദ്യമായിട്ട് ചോദിക്കാറുള്ളതാണ്. ഈ 7 ചോദ്യങ്ങളാണ് നമ്മൾ ഇൻകം ടാക്സ് പേപ്പറിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം 5 മൊഡ്യൂളിലെ ലാസ്റ്റ് 2 മൊഡ്യൂളിൽ നിന്നാണ് ഞാൻ ആദ്യത്തെ സജഷൻസ് 3 തന്നിട്ടുള്ള അസസ്മെൻറ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ്, അതുപോലെ തന്നെ വാട്ട് ഈസ് റിട്ടേൺ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിട്ടേൺ, ഇത് മാറി മാറി വരുന്നതാണ്. ദെൻ പവേഴ്സ് ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റീസ്, ചില സമയത്ത് അത് CBDT മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും വരാറുണ്ട്. CBDT ഓക്കെ, അവരുടെ പവേഴ്സ്. എപെക്സ് അതോറിറ്റി ആണ്. അപ്പോൾ ഇത് ലാസ്റ്റ് 2 മൊഡ്യൂളിൽ നിന്ന്. പിന്നെ ആദ്യത്തെ മൊഡ്യൂളിൽ നിന്ന് വാട്ട് ഈസ് ടാക്സ് പ്ലാനിങ്, എക്സ്പ്ലെയിൻ ദി നീഡ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ടാക്സ് പ്ലാനിങ്. ദെൻ നമുക്ക് 5 ഹെഡ്സിൻ്റെ ഏരിയയിലോട്ട് പോകുന്ന സമയത്ത് ഇൻകം ഫ്രം ബിസിനസിൻ്റെ പ്രോബ്ലം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്ന് നോക്കുക. ഇനിയിപ്പോൾ അത് റിപ്പീറ്റ് ആയിട്ട് തന്നെ കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം. അപ്പോൾ അത് നോക്കിയിരിക്കണം. PGBP വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലൈബിലിറ്റി 3rd മൊഡ്യൂളാണ്. അതിൽ ഇൻഡിവിജ്വൽ HUF ഇതിൻ്റെ പ്രോബ്ലം റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരാറുള്ളതാണ്. ദെൻ ഇൻകം ഫ്രം സാലറി. സോ ഈ 7 ചോദ്യങ്ങളുടെ സജഷൻസ് ആണ് തരാനുള്ള. 2 പ്രോബ്ലം 2 തിയറിയും ആയിട്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തിയറിയും പഠിക്കുക, പ്രോബ്ലം പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ വരുന്ന ഏതെങ്കിലും ഒരു പ്രോബ്ലം കുറച്ച് ടഫായിട്ടുള്ളതാണെങ്കിൽ നമുക്കൊരു ഓപ്ഷൻ വേണമല്ലോ. ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികളെ ഞാൻ ലാസ്റ്റ് 2 മൊഡ്യൂളത്തെ തിയറി പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഫോക്കസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെ പോയാലും ചിലപ്പോൾ ഒരു essay 1 or 2 കിട്ടും. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് പാർട്ട് സിയിലത്തെ ക്വസ്റ്റ്യൻസ്. ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. നെക്സ്റ്റ് എത്രയും പെട്ടെന്ന് തന്നെ പാർട്ട് എയുടെയും പാർട്ട് ബിയിലും ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തുന്നതായിരിക്കും. എന്ത് ഡൗട്ടിനെങ്കിലും കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.